ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രവിയും സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ സുധി എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയില്ല, അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കണ്ട, അദ്ദേഹം ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വരില്ലെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ ഓഹോ, അപ്പോൾ ചന്ദ്ര അത്രയ്ക്കും കടുത്ത തീരുമാനങ്ങളെല്ലാം എടുത്തല്ലേ. എൻ്റെ ഉദ്ദേശത്തിൽ അവർ രണ്ടുപേരെയും പിരിക്കാനുള്ള തീരുമാനങ്ങളായിരിക്കും അവൾ എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അതെ അച്ഛാ, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. സുധിയെയും പൗഡറേട്ടത്തിയൊക്കെ പിരിക്കാൻ വേണ്ടിയാണ് അമ്മ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇപ്പോൾ കടന്ന കൈയായി പോയല്ലോ. സുധിയും ശ്രുതിയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? രണ്ട് ബന്ധങ്ങളെ പിരിപ്പിക്കുക, അതൊക്കെ വല്ലാത്തൊരു തെറ്റ് തന്നെയല്ലേ. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കാവോ? ഇതൊക്കെ ആലോചിക്കുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു സങ്കടമുണ്ട്. ഒരിക്കലും ഈ കുടുംബം തകർന്നു പോകാൻ പാടില്ലെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ അതേപോലെയാണല്ലോ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതി ആണെങ്കിൽ അല്ല സച്ചിയേട്ടാ, ഇതേ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ ഈ മാറ്റുവേ, അമ്മ എൻ്റെ മെക്കിട്ടായിരുന്നു കയറല്, ഇപ്പോൾ അത് ശ്രുതിക്കായി. പക്ഷേ ശ്രുതിയെയും അദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ പിരിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെന്തെങ്കിലും ആവട്ടെ രേവതി. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സുഖം. നിനക്കും അങ്ങനെ സുഖം തോന്നുന്നില്ലേ? കാരണം നിന്നെ ഏത് സമയവും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ. അമ്മയുടെ വഴക്ക് കേൾക്കാതെ നിനക്കും ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എന്തായി സ്ഥിതി? ഇപ്പോൾ ആ വഴക്കെല്ലാം ശ്രുതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിന്റെ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നില്ല രേവതി? നിനക്കിപ്പോൾ നന്നായിട്ട് തന്നെ ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ലേ രേവതി? ഇപ്പോൾ നിനക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ കഴിയുന്നില്ലേ? നിനക്കിപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമൊന്നുമില്ലേ? സച്ചിയുടെ പറഞ്ഞ സത്യം തന്നെയാ, ഞാനിപ്പോൾ നല്ല സുഖമായിട്ട് തന്നെയാണ് കിടന്ന് ഉറങ്ങുന്നത്. പക്ഷേ എന്നാലും ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് സച്ചിയുടെ ശരിയാവുന്നത്? അതെന്തെങ്കിലും ആവട്ടെ, നമുക്കതിനെക്കുറിച്ചൊന്നും അറിയണ്ട. അവർ ചെയ്തതിന് തെറ്റ് അവരനുഭവിക്കുന്നു, അത്രയും മാത്രം മതി. ഇത് എത്ര നാളത്തേക്കാ സച്ചിയേട്ടാ? അമ്മ ഇനി എത്ര നാളത്തേക്ക് എന്നോട് സ്നേഹം കാണിക്കാൻ പോകുന്നു? ഇത് കുറച്ച് നാളത്തേക്കുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം സച്ചിയേട്ടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുകയാണ് അമ്മയെ കാണാൻ വേണ്ടി. അപ്പം അമ്മ ചോദിക്കുകയാണ്, എന്തായി മോളെ രേവതി കാര്യങ്ങളൊക്കെ? എന്നാലും ആ പെണ്ണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. എന്ത് കള്ളത്തരോ കാണിച്ചത്? അപ്പോൾ രേവതിയും പറയണം, അതേ അമ്മേ, എനിക്ക് അവളുടെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അല്ല, അവളെ തന്നെ ഫ്രോഡാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കാര്യം കുടുംബത്തോട് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മേ. അപ്പോൾ ശരത്താണെങ്കിൽ സുധി ഫ്രോഡാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സുധിയേക്കാളും ഫ്രോഡാണല്ലോ ഇപ്പോൾ ആ ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അത് ശരിയാടാ, അവള് ശരിക്കും ഫ്രോഡാണ് ചേച്ചി. പിന്നെ ഞാൻ ചേച്ചിയോട് വേറൊരു കാര്യം പറയട്ടെ, അവരെ ഇടയ്ക്കിടയ്ക്ക് ഈ ആൻ്റണിയെ കാണാൻ വരാറുണ്ട്. ആൻ്റണിയെ കാണാനോ? നീ എന്തൊക്കെയാണ് പറയുന്നത്? സത്യമാണോ പറഞ്ഞത്? ആൻ്റണിയെ കാണാൻ വരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ചേച്ചി എനിക്കറിയാവുന്ന കാര്യമല്ലേ. അല്ല, അവളെന്തിനാ ആൻ്റണിയെ കാണാൻ വേണ്ടി വരുന്നത്? വേറെന്തിന്? പൈസ എടുക്കാൻ വേണ്ടി, പലിശയ്ക്ക് പണം എടുക്കാൻ വേണ്ടി. പലിശയ്ക്ക് പണം എടുക്കാൻ വേണ്ടി അവൾ വരുന്നു. അപ്പം അമ്മ ചോദിക്കുകയാണ്, അതിന് അവൾക്ക് പലിശയ്ക്ക് പണം എടുക്കേണ്ട കാര്യമില്ലല്ലോ, അവൾ പണക്കാരിയല്ലല്ലോ. പണക്കാരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അവൾ എന്തിനാണ് ആൻ്റണിയെ കാണാൻ വേണ്ടി വരുന്നത്? അതിൻ്റെ കാര്യം അവൾക്കില്ലല്ലോ. അതേ ചേച്ചി, കണക്കുകളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന വെച്ചാൽ ഞാനല്ലേ. അവരെ ഇടയ്ക്കിടയ്ക്ക് ഈ ആൻ്റണിയോട് പൈസ ചോദിക്കുമായിരുന്നു. പൈസ എല്ലാം കടം മേടിച്ച് പോയിട്ടുണ്ട്. ദൈവമേ, അപ്പം അവള് ശരിയായ പെണ്ണല്ല കേട്ടോ. അവള് ശരിക്കും ഫ്രോഡ് തന്നെയാ. അവൾ എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. അല്ലാതെ ആൻ്റണിയെ പോലെ ഒരുത്തരെ ഇവള് കാണാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതുവരെ വീട്ടിൽ പോലും ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എനിക്ക് ഏതായാലും ഈ സത്യങ്ങളെല്ലാം അറിയാം, അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. അങ്ങനെ രേവതിക്ക് വിശ്വസിക്കാൻ പറ്റാതെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ നേരെ ഈ രവിയുടെ റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ രവിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, വീടിൻ്റെ താളം തട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ രവി. അപ്പോൾ രവിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കരിയും വരുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, എങ്ങനെയെങ്കിലും രവിയുടെ കാല് പിടിക്കണമല്ലോ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ട് കയറി ചെന്നിട്ട് അങ്കിളെ എന്ന് പറഞ്ഞു വിളിക്കണം. എന്താ മോളെ? അങ്കിളെ, അത് പിന്നെ അങ്കിളെ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെ അങ്കിളെ, എന്നോട് ക്ഷമിക്കണം അങ്കിളെ, അങ്ങനെയൊക്കെ പറ്റിപ്പോയി മോളെ. നീ ചെയ്തത് വളരെയേറെ തെറ്റ് തന്നെയാണ്, അതിന് ക്ഷമ ചോദിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. നീയും സുധിയും കൂടി ചേർന്ന് തെറ്റ് തന്നെയല്ലേ ചെയ്തത് അങ്കിളെ. അത് പിന്നെ ഞാൻ ചെയ്തത് സുധിക്ക് വേണ്ടിയാണ്, സുധിയുടെ നല്ലതിന് വേണ്ടി ഞാൻ ചെയ്തത്.
അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടല്ലേ ശ്രുതിക്ക് ഇപ്പോൾ ഷോറൂം ഇടാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ അവനെ ഷോറൂം ഇടാനായിട്ട് സാധിക്കുമായിരുന്നോ? ഇപ്പം എല്ലാം എൻ്റെ പേരിലായി തെറ്റ് അങ്ങളെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മോളെ നീ അങ്ങനെ ന്യായീകരിക്കാനായിട്ട് നോക്കണ്ട മോളെ. കാരണം ആ പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അത് ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമായിരുന്നു, എന്നെ ഏൽപ്പിക്കണമായിരുന്നു അത്. അത് പിന്നെ അങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയത്? നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ ഈ രവിയുടെ സ്വഭാവം അങ്ങോട്ട് മാറാനായിട്ട് തുടങ്ങി. ശ്രുതി അതേപോലെയാണ് കിടന്ന് സംസാരിക്കുന്നത്. വീട്ടിൽ എന്നെ ഏൽപ്പിക്കുന്നത് എൻ്റെ പൈസയാണത്. ആ പൈസ എൻ്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ ശ്രുതി ചോദിക്കുമ്പോൾ അച്ഛാ എനിക്ക് ഷോറൂം ഇടാൻ വേണ്ടി കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കൂലേ? അത് കൊടുക്കാതിരിക്കാനായിട്ട് സാധിക്കോ? എൻ്റെ കയ്യിലുള്ള പൈസ അത് 3 മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അല്ലാതെ അവന് മാത്രം കൊണ്ടേ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാനിവിടെ ഓരോന്ന് സമ്പാദിച്ച് വെച്ചത്. എന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് നീ ന്യായം പറയുവാണ് ശ്രുതി എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോയി. ഇനി എൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കരുത് അത് പിന്നെ അങ്കിള് കൊടുക്കുന്ന നക്കാപ്പിച്ച പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഷോറൂം ഇടാൻ പറ്റില്ല എന്ന് ശ്രുതി പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവി കടന്ന് പൊളിച്ചടുക്കുകയാണ്. നീയൊക്കെ എന്താ വിചാരിച്ചത്? ഞങ്ങളെ എല്ലാവരെയും വിഡ്ഢിയാക്കാം, എന്നിട്ട് നിങ്ങൾ മാത്രമാണ് ബുദ്ധിമാനെന്നോ? ബാക്കിയുള്ളവരും അതേപോലെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. കുടുംബത്തിൽ ഓരോ കാര്യങ്ങൾ നോക്കി തന്നെയാണ് ജീവിക്കുന്നത്. എന്നിട്ട് ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരോടൊന്നും കൂടി ഒന്ന് ചോദിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ച് വേണം മക്കൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അത് നിങ്ങൾ തോന്നിയ അവസരത്തിൽ നിങ്ങൾ ചെയ്തു. എന്നിട്ട് ഇവിടെ കിടന്ന് എൻ്റെ മുന്നിൽ വന്ന് ന്യായം പറയുന്നോ? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ശ്രുതി. നീ ചെയ്തത് വളരെ വളരെ തെറ്റാണ്. ഇത് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ്. നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാണ് ചന്ദ്ര. അപ്പോൾ ഇതിൽ നിന്നോട് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നീ അത്രയും വേദനിച്ചത് കൊണ്ടാണ് ആ മനസ്സ്. അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങനെ പെരുമാറാനുള്ള കാരണമൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്ര അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ ചന്ദ്ര ശ്രുതിയെ കാണുകയാണ്. ഇവളെന്തിനാ ഇവിടെ വന്നത്? എന്താടി നീ ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഞാൻ അങ്കിളെ കാണാൻ വേണ്ടി വന്നതാ. അങ്കിളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നു. നീ അങ്കിളെ കാണാൻ വേണ്ടി വന്നോ? ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോകരുത്. പുറത്ത് കിടക്കട്ടെ. നീ ഒന്നും പറയണ്ട. നീ ക്ഷമയും ചോദിക്കണം, ഒന്നും ചോദിക്കണ്ട. നിനക്കിട്ടുള്ള പണി ഞാൻ ഇനിയും തരുന്നുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ആട്ടി പുറത്താക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ കാലിൽ വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ചന്ദ്ര രവിയോട് പറയാണ്, രവിയേട്ടാ അവൾ പല ഷോപ്പിങ്ങുകളായിട്ട് രവിയേട്ടൻ്റെ മുന്നിൽ വരും. പക്ഷെ രവിയേട്ടൻ്റെ മനസ്സ് അലിവ് പോലെയാണല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതെ അലിഞ്ഞായി തീരും. അതുകൊണ്ട് തന്നെ അവളോട് സംസാരിക്കാൻ നിൽക്കണ്ട. അവൾക്കുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. അവളെ സൂത്രശാലിയാണ്, അവൾ അഹങ്കാരിയാണ്, ഒരേ കാര്യങ്ങൾ മറച്ചു വെച്ച് നമ്മളോട് പെരുമാറിയവളാണ് അവൾ. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഒന്നിലും കയറി ഇടപെടാൻ നിൽക്കണ്ട എന്നൊക്കെ രവിയോട് പറയാണ്. അങ്ങനെ രവിക്കാണെങ്കിൽ അതിൽ കൂടുതലൊന്നും സംസാരിക്കാനായിട്ടും പറ്റില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി. അപ്പം രേവതിയാണെങ്കിൽ വീട്ടിലേക്ക് ഓടി വരിക. സച്ചിയേട്ടാ ഇങ്ങോട്ട് വന്നേ സച്ചിയേട്ടാ. എന്താ രേവതി? അതേ സച്ചിയേട്ടാ, ഇന്ന് ഞാൻ എൻ്റെ അനിയനെ കണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് അനിയനെ കാണുന്നത്. നീ മിക്കപ്പോഴും കാണണം. അതല്ല സച്ചിയേട്ടാ, അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോടൊരു സത്യം പറഞ്ഞു. ഈ ശ്രുതിയെക്കുറിച്ചുള്ള സത്യം പറഞ്ഞത്. പൗഡർ എടുത്തിയെക്കുറിച്ചുള്ള സത്യമോ? എന്താ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ ഈ പൗഡർ എടുത്തില്ലേ, ഇടയ്ക്കിടയ്ക്ക് ആൻ്റണിയെ കാണാൻ പോവായിരുന്നു എന്ന്. ആൻ്റണിയെ കാണാനോ? അവളെന്തിനാ ആൻ്റണിയെ കാണാൻ പോകുന്നത്? വേറെ എന്തിന്? ആൻ്റണിയുടെ കയ്യിൽ നിന്നും കുറേ പലിശക്ക് പണം എടുത്തിട്ടുണ്ടെന്ന്. കുറേ പലിശക്ക് പണോ? ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേ സച്ചിയേട്ടാ, ശരത്താണല്ലോ ആൻ്റണിയുടെ കണക്കുകളെല്ലാം നോക്കി നടത്തിയിരുന്ന് വെച്ചത്. അപ്പോൾ ആൻ്റണിയുടെ കയ്യിൽ നിന്നും ഇവള് പണം മേടിച്ച രേഖകൾ മുഴുവനും അവിടെയുണ്ട്. ആണോ? അവളപ്പം താന് പക്ക ഫ്രോഡാണ് രേവതി. അവള് ശരിക്കും പഠിച്ച കള്ളിയാണ്. സച്ചിയേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ കാര്യങ്ങൾ സത്യങ്ങൾ മുഴുവനെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ? ഇതാണ് പറ്റിയതൊക്കെ. ഇത് നല്ലൊരു സിറ്റുവേഷൻ അല്ലേ? അപ്പം പറഞ്ഞാ നല്ല പണിഷ്മെന്റ് കിട്ടിക്കോളും. വേണ്ട രേവതി, അത് പറയാനുള്ള സിറ്റുവേഷൻ ആയിട്ടില്ല. അത് പറയണം, പക്ഷേ ഇപ്പോഴല്ല പറയേണ്ടത്. അത് പറയേണ്ട സമയം വരുമ്പോൾ പറയാം. ഞാൻ ആലോചിക്കുന്ന രേവതി, ഇവർക്ക് ഷോറൂം ഉണ്ട്, പൗഡർ എടുത്തിയാണെങ്കിൽ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. പിന്നെ ഇവർക്ക് എന്താണ് ഇത്ര പൈസയുടെ അത്യാവശ്യം? അത് തന്നെ സച്ചിയേട്ടാ ഞാൻ ആലോചിച്ചത്. ഇവർക്ക് എന്താണ് ഇത്ര പൈസയുടെ അത്യാവശ്യമൊന്നും എനിക്ക് മനസ്സിലായി പോലും ഇല്ല സച്ചിയേട്ടാ. നേരെ പറയാം. നിക്ക് രേവതി, ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ളൊരു സമയം വരും. അങ്ങനെ വരാനാണല്ലോ ഞാനും കാത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ചന്ദ്ര വരികയാണ്. അതെന്താ രേവതി എന്നെ വിളിക്കാൻ ചെന്ന് ഭക്ഷണം കഴിക്കാത്തത്? അയ്യോ അമ്മേ, ഞാൻ അമ്മയെ വിളിക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നു. ശരി, എങ്കിൽ ഭക്ഷണം വിളമ്പ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോഴാണ് ശ്രുതിയും കൂടി വരുന്നത്.
അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയാണ്, ആ ശ്രുതി കഴിക്ക്, ഭക്ഷണം കഴിക്കാനിരിക്കുക. അങ്ങനെ ശ്രുതി വന്നിരിക്കുക. ശ്രുതിയെ പോലും വിളിക്കുന്നില്ല. അപ്പോൾ ശ്രുതി അവിടെ ഇങ്ങനെ അന്തം വിട്ട കുന്തം പോലെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷ പറയാണ്, ആ ശ്രുതി ചേച്ചി എന്താ നോക്കി നിൽക്കുന്നത്, വന്ന് ഭക്ഷണം കഴിക്കും ശ്രുതി ചേച്ചി. ആ ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയാണ്, നീ എവിടെ പോകുന്നടി? അത് പിന്നെ ആൻറ്റി ഞാൻ ഭക്ഷണം കഴിക്കാണ്. നീ ഒരു ഭക്ഷണം കഴിക്കണേ ഞങ്ങളോടൊപ്പം ഇരുന്ന്, മനസ്സിലായല്ലോ, നീ അവിടെ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അത് ശ്രീകാന്തിനെ വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ, അമ്മേ ഇത് വല്ലാത്തൊരു ക്രൂരതയാണ് കേട്ടോ അമ്മേ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ശ്രുതിയെടുത്തി ഭക്ഷണം കഴിച്ചെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? വേണ്ട, ഞങ്ങളോടൊപ്പം നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്നേ അവൾ പഠിച്ച കളിയാ. അവള് നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കണ ഒരു യോഗ്യതയില്ല അവൾക്ക്. അവൾ എന്തിനിവിടെ വന്ന് നിങ്ങൾ നോക്കി നിൽക്കുന്ന അറിയാവോ? നീ എന്തിനാടി ഇങ്ങനെ വന്ന് മിടിച്ച് നോക്കി നിൽക്കുന്നത്? ഇനി കൊതിയിട്ട് ഞങ്ങളുടെ വയറ് കേടാക്കാൻ വേണ്ടിയാണോ? ഇന്ന് ഭയങ്കര നീചമായ രീതിയിലാണ് ചന്ദ്ര അവിടെ പറയുന്നത്. ഇത് കേട്ട ശ്രുതിക്ക് ഭയങ്കര ഷോക്കായി പോവാണ്. അപ്പോൾ ശ്രുതി പറയണം, അമ്മേ അവൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോട്ടെ, അമ്മ നീ മിണ്ടി പോകരുത്, നീ ഒരു അക്ഷരം മിണ്ടി പോയത്. അപ്പോൾ ശ്രീകാന്താണ്, അമ്മേ അങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു അമ്മേ, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, ഇതിനപ്പുറം ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയാ തീരുമാനിച്ചിരിക്കുന്നത്, മനസ്സിലായല്ലോ. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞാൽ പോയിട്ടില്ല, അവിടെ മറഞ്ഞിരിക്കുക. അപ്പോൾ ശ്രുതി പറയാണ്, അമ്മേ എന്നാലും അവൾക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ട് അമ്മേ, അവളൊന്ന് വിളിക്കാമേ. നീ പറയുന്നത് കേട്ടോളാം, ഞാൻ പറയുന്നത് അനുസരിച്ച് അങ്ങോട്ട് ജീവിച്ചാൽ മതി. നീ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചോളാം, മനസ്സിലായല്ലോ. കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, അവൾക്ക് വേണമെങ്കിലേ അവൾ പോയി ഭക്ഷണം കഴിച്ചോളും, അത് ഇവിടെ ഇരുന്ന് കഴിക്കണ്ട. അപ്പോൾ വർഷ പറയാണ്, അയ്യോ സുധിയേട്ട സങ്കടപ്പെടേണ്ട, അതിന് ശ്രുതി ചേച്ചി വിശന്ന് പ്രാണം കത്തിയൊന്നും ഇരിക്കൂല. ശ്രുതി ചേച്ചിക്ക് വിശക്കുമ്പോഴേ ശ്രുതി ചേച്ചി പുറത്തു പോയി നല്ല വെട്ടി വിഴുങ്ങും, ആ ഒരു ഇനമാണ് എന്നൊക്കെ ഇവരെല്ലാവരും കൂടി ശ്രുതിയെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നത്, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊരു ധാരണയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നേരെ ശ്രുതിയെ വിളിക്കാം. ശ്രുതി റൂമിലായിരുന്നു. അങ്ങനെ ശ്രുതിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ കതക് തുറക്കുന്നുമില്ല. കഥ തുറക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും പേടിയായി. ശ്രുതി അപ്പോൾ ചന്ദ്ര വന്നിട്ട്, നീ എന്താണ് കാണിക്കുന്നത്, നീ ആരെയും വിളിക്കുന്നത്? ശ്രുതി കഥക് തുറക്കുന്നില്ല. അതെ കഥ തുറക്കുന്നില്ല, എനിക്ക് ഫ്രഷ് ആകാൻ വേണ്ടി ഞാനൊന്ന് വിളിച്ചു നോക്കിയതാ, കഥ തുറക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും വീണ്ടും ചന്ദ്ര കഥയിലിട്ട് മുട്ടുകയാണ്. ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കണം. പക്ഷേ ശ്രുതി അവിടെ കഥ തുറക്കുന്നില്ല. അപ്പോൾ രേവതി മരിക്കണം, എന്താ കാര്യം? അവളും അഹങ്കാരിയില്ലേ, കഥക് ഓർക്കുന്നില്ല. അയ്യോ ശ്രുതി കഥക് ഓർക്ക് ശ്രുതി. അപ്പോൾ സച്ചി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശ്രുതി കഥ ഓർക്കുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് കാലി വരികയാണ്, നീ എന്ത് നോക്കി നിൽക്കുകയായിരുന്നടി, എത്ര പ്രാവശ്യമാണ് ഈ വിളിക്കുന്നത്, നീ എന്താണ് ഈ കഥ ഓർക്കാതിരുന്ന? അയ്യോ ആൻറ്റി, അത് പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി ആൻറ്റി, ഉറങ്ങിപ്പോയെന്നാ ആൻറ്റി, രാത്രി ലേറ്റായിട്ടാണ് ആൻറ്റി കിടന്നത്, അതുകൊണ്ട് ഉറങ്ങിപ്പോയി. ഇവന് ഞാനൊക്കെ എത്ര പ്രാവശ്യം തന്നെ വിളിച്ചെന്നറിയാമോ? ഓ ഇവള് കഥ കാണിച്ചുകൊണ്ടിരിക്കുന്നു, മനഃപൂർവ്വം അല്ലടി, ഇവനെ പുറത്ത് നിർത്താൻ വേണ്ടി നീ ചെയ്ത പരിപാടിയല്ലടി അതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ ആൻറ്റി മനഃപൂർവ്വം അല്ല ആൻറ്റി, സത്യമായിട്ട് അങ്ങനെയൊന്നും അല്ല ആൻറ്റി, നീ കൂടുതലൊന്നും പറയണ്ട. എടാ ശ്രുതി, നീ പോയി കുളിക്കാനായിട്ട് നോക്ക്, അമ്മ പോയിക്കോ, ഞാൻ കുളിച്ചോളാം. അയ്യടാ ഞാൻ പോകുന്നില്ല, നീ കഥ കൊടുക്കാൻ നിൽക്കണ്ട, പോയി കുളിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വാടാ എന്ന് പറയാം. ശ്രുതിയാണെങ്കിൽ പെട്ടുപോയൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ രേവൻ നേരെ സച്ചിയുടെ അടുത്ത് ചെല്ലിക്കിട്ട്, എന്താ സച്ചിയായിട്ട് കാണുന്നത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരിത് എവിടെ കൊണ്ടേ അവസാനിപ്പിക്കും, എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ രേവതിയുടെ മനസ്സലിഞ്ഞിട്ട് രേവതി കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ശ്രുതികൾക്ക് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇനി ഒരു ദോശയും കൂടി തരട്ടെ? വേണ്ട, എനിക്കൊരു ദോശയും വേണ്ട. രേവതി നീ പോകാൻ വരട്ടെ, നീ ഇവിടെ നിന്ന് ഇരുന്നേ. എന്താ? ഓ നിനക്ക് സന്തോഷമായല്ലേ? എന്ത് സന്തോഷമായിരുന്നു? അല്ല ആൻറ്റി എന്നെ ഇപ്പോൾ കുറേ വഴക്ക് പറയുന്നുണ്ടല്ലോ, എന്നെ തല്ലുകയും ചെയ്തു, അതിൽ സന്തോഷമാണല്ലേ? അയ്യോ എന്താ ശ്രുതി ഇങ്ങനെ പറയുന്നത്, മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സന്തോഷിക്കുന്ന ഒരാളല്ല ഞാൻ, നീ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല കേട്ടോ. ഓ എനിക്കറിയാം രേവതി, നിനക്ക് സന്തോഷം തന്നെയാണെന്ന്. നിന്നെയല്ലേ ആൻറ്റി നേരത്തെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നേച്ചത്, പക്ഷെ നിന്നെ തല്ലിയിട്ടില്ല, പക്ഷേ എന്നെ തല്ലുകയും ചെയ്തു, അത് കണ്ട് നീ സന്തോഷിക്കുകയാണെന്ന് എനിക്കറിയാം. ശ്രുതി അനാവശ്യം പറയാൻ നിൽക്കരുത്, എനിക്കതിൻ്റെ കാര്യമില്ല. നിനക്ക് ഭക്ഷണം കൊണ്ടൊന്ന് വന്ന് തന്നാൽ എന്നെ വേണം തല്ലാനായിട്ട്. ഇനിയേ എൻ്റെ കൈ കൊണ്ട് പച്ചവെള്ളം കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട ശ്രുതി, നീ അവിടെ അങ്ങനെ ഇരുന്നോ. നീ ഭക്ഷണം കഴിച്ചിട്ടേ പാത്രം കഴിയേ അവിടെ കൊണ്ട് വെച്ചേര്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പോവാണ്. അങ്ങനെ ശ്രുതി വിചാരിക്കുകയാണ്, ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ആൻറ്റിയോട് ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആൻറ്റിയുടെ മനസ്സൊന്ന് അലിയിച്ചാലേ കാര്യമുള്ളൂ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ശ്രുതി നേരെ ഭാമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭാമയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഭാമ ആൻറ്റിയെ കൊണ്ട് ഈ പ്രശ്നം ഒന്ന് സോൾവ് ആക്കിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ ഭാമ കുറേ ഭക്ഷണമായിട്ട് വരിക. ഭക്ഷണം വന്നിട്ട്, മോളെ നീ ഭക്ഷണം കഴിച്ചില്ലേ?
ആൻറ്റി എനിക്ക് വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്ല. നീ എന്തിനാ മോളെ കരയുന്നത്? എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട. അയ്യോ, ഭക്ഷണത്തിനോടൊന്നും ദേഷ്യം കാണിക്കാൻ പാടില്ല. കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നീ എന്നെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലേ, എന്നിട്ട് ഞാൻ എന്താ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണോ? ഞാൻ 3 നേരം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എൻ്റെ മോനും എൻ്റെ മരുമകളും എന്നെ നോക്കുന്നുണ്ടോ? അവരെന്നെ വിട്ടു പോയില്ലേ? അതൊക്കെ ആലോചിച്ച് ഞാൻ വളരെയേറെ നൊന്തിരിക്കുകയല്ലേ. അപ്പോൾ ഭക്ഷണത്തോട് നമ്മളെ വാശിയും വൈരാഗ്യം ഒന്നും കാണിക്കാനായിട്ട് പാടില്ല. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. നീ കാണിച്ചത് തെറ്റ് തന്നെയാണ്. നിനക്ക് പൈസ കിട്ടിയ കാര്യം അത് ചന്ദ്രയോടെങ്കിലും പറയണമായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ ചന്ദ്ര അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനായിരുന്നു. നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാണ് ചന്ദ്ര എന്ന് നിനക്കറിയാവോ? ആ ചന്ദ്രയോടാ നീ കള്ളത്തരം കാണിച്ചത്. അത് ചന്ദ്രയ്ക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്തത് ശ്രുതിക്ക് വേണ്ടിയല്ലേ ആൻറ്റി. അല്ലായിരുന്നെങ്കിൽ ശ്രുതി ഏത് ലെവലിൽ എത്തുമായിരുന്നു? അതൊന്നും ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പം എല്ലാവരുടെ മുന്നിൽ ഞാനാണ് കുറ്റവാളി. ആൻറ്റി ഒന്ന് സംസാരിക്കണം. എന്നാലേ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുള്ളൂ. ശരി, ഞാൻ സംസാരിക്കാം. ചന്ദ്രയോട് ഞാൻ സംസാരിക്കാം. അവളുടെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കാം. നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കുക. വേണ്ട ആൻറ്റി, എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ട, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ പോവാണ് ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ശ്രുതി വിചാരിച്ചതുപോലെ, മനസ്സിൽ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം അവിടെ നടക്കാൻ പോകുന്നുള്ളൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.